അമേരിക്ക ഇറാൻ സംഘർഷം ശക്തമാകുന്നതിനിടെ ഗൾഫ് മേഖലയിൽ അതീവ ജാഗ്രത. ദുബായ് അടക്കം മിഡിൽ ഈസ്റ്റിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ചില വിമാന കമ്പനികൾ നിർത്തിവെച്ചു. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഇറാനെ ലക്ഷ്യം വെച്ച് വിമാനവാഹിനി കപ്പലായ അർമദ നീങ്ങുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതും ഇതിന് ഇറാൻ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയതുമാണ് പശ്ചിമേഷ്യയിലെ പുതിയ ആശങ്കയ്ക്ക് കാരണം. മിഡിൽ ഈസ്റ്റിൽ 7 രാജ്യങ്ങളിലായി അമേരിക്കൻ സൈനിക താവളം ഉള്ളതിനാലാണ് കൂടുതൽ ജാഗ്രത. UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഫ്രാൻസ്, നെതർലൻഡിന്റെ KLM എയർ, ലുഫ്താൻസ, എയർ കാനഡ, ബ്രിട്ടീഷ് എയർ എന്നിവയെല്ലാം യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചില വിമാന കമ്പനികൾ UAE അടക്കമുള്ള മേഖലകളിലെ സർവീസ് നിർത്തിവെച്ചു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം സർവീസ് പുനരാരംഭിച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്കുള്ള ചില സർവീസുകളെയും സംഘർഷം ബാധിച്ചിട്ടുണ്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക നടത്തിയ ഇടപെടലിനെ തുടർന്ന് ഖത്തറിലെ US സൈനിക താവളത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഖത്തറിലേക്ക് സൈനിക വിമാനങ്ങൾ അയച്ചതായി ബ്രിട്ടനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം വഴി അറബിക്കടൽ താണ്ടിയാകും അമേരിക്കൻ യുദ്ധക്കപ്പൽ ഗൾഫ് തീരത്ത് എത്തുക. ആക്രമണം നടത്തില്ലെന്നും മുൻകരുതൽ നടപടിയെന്നുമാണ് ട്രംപിന്റെ വിശദീകരണം. ഏതൊരാക്രമണവും യുദ്ധമായി കണക്കാക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.